തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിലും ആശങ്കകളുണ്ട്. കാരണം അവിടെയും മഴക്കെടുതികൾ രൂക്ഷമാണ്. പ്രത്യേകിച്ച് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് നദികളിൽ. എന്താണ് സാഹചര്യം വിശദമായി പരിശോധിക്കാം. വി അരുൺ നമുക്കൊപ്പമുണ്ട്. അരുൺ, അരുവിക്കരയിൽ നിന്നാണ് അരുൺ നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, എന്താണ് അരുവിക്കരയുടെ സാഹചര്യം? സംസ്ഥാനത്തേക്ക് പ്രത്യേകിച്ചും നഗരത്തിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെയൊക്കെ പ്രധാന നിയന്ത്രണ കേന്ദ്രം കൂടിയാണല്ലോ അരുവിക്കര. എന്താണ് പൊതുവിൽ മലയോര മേഖലയുടെ സാഹചര്യം? മലയോര മേഖലകളിലും മഴ ശക്തമാണ്. ഇന്നലെ രാത്രി മുതൽ പൊന്മുടിയിൽ അതിശക്തമായ മഴയിൽ 3 മണ്ണിടിച്ചിലുണ്ടായി. പൊന്മുടിയിൽ 3 വളവുകളിൽ പ്രധാനപ്പെട്ട പൊന്മുടിയിലേക്കുള്ള റോഡിൽ 3 പ്രധാന വളവുകളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. രാത്രി തന്നെ അവിടെ ശക്തമായ വെള്ളം ഒഴുക്കും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. 3 മേഖലകളിലാണ് രാത്രിയിൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായത്. പൊന്മുടി അതുപോലെ സമീപമുള്ള മങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ഇന്ന് രാവിലെ തന്നെ ജില്ലാ ഭരണകൂടം യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അരുവിക്കര ഡാമിന് സമീപത്താണുള്ളത്. ഇവിടെയും അതിശക്തമായ മഴയുണ്ട്. അതിശക്തമായ മഴയിൽ ഇവിടുത്തെ ഡാമിന്റെ ഷട്ടറുകൾ ഇതിനകം തുറന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇവിടെ ഉണ്ട്. 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഒരു 5 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 4 പൂർണ്ണമായും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള ഷട്ടറുകൾ മഴ ശക്തമായാൽ വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ഷട്ടറുകൾ ഉയർത്താനാണ് തീരുമാനം. ശക്തമായ മഴയത്ത് നെയ്യാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനാൽ അവിടെയും 4 ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 20 സെന്റിമീറ്റർ വീതം അവിടെ തുറന്നിട്ടുണ്ട്. രാവിലെ 80 സെന്റിമീറ്റർ ഉയർത്തിയിരുന്നു. വീണ്ടും അവിടെ സമീപപ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാം. കൂടുതൽ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണകൂടവും വാട്ടർ അതോറിറ്റിയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പേപ്പാറ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പേപ്പാറ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തും. അതേ തുടർന്ന് തന്നെയാണ് അരുവിക്കര ഡാമിലെ ജലനിരപ്പും ഉയരാൻ സാധ്യതയുള്ളത്. വൈകിട്ട് 5 മണിക്ക് അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം കൂടി ഇപ്പോൾ നിലവിൽ 200 സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട്. അതിന് പുറമെ 80 സെന്റിമീറ്റർ കൂടി ചേർത്ത് 280 സെന്റിമീറ്റർ ഉയർത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ കാണുന്ന 4 ഷട്ടറുകളിലും പൂർണ്ണമായി തുറന്ന 4 ഷട്ടറുകളുടെ വലിയ ജല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമുകളുടെ ഈ പ്രദേശം കരകളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടവും മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കവിഞ്ഞൊഴുകുകയാണ് ഇവിടെയൊക്കെ ഈ ഡാമിന്റെ കരകളിലൊക്കെ ജലം. ഇത് ഈ ഒരു മലയോര മേഖലയിൽ മാത്രമല്ല നഗരത്തിലും വലിയ ശക്തമായ മഴയിൽ പലയിടത്തും നാശനഷ്ടങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് സമീപവും മരുതൂർക്കടവും വഴുതക്കാടും പട്ടത്തും മരപ്പാലത്തും കുടപ്പനക്കുന്നും ജലാശുപത്രി സമീപമൊക്കെ മരങ്ങൾ കടപുഴകി വീണ വിവരമുണ്ട്. പലയിടത്തും വൈദ്യുതി തടസ്സമുണ്ടായിട്ടുണ്ട്. KSBയുടെ ലൈനുകൾ പലയിടത്തും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം പലയിടങ്ങളിലും നടക്കുന്നു. മരങ്ങൾ വീണ് പലയിടത്തും ഗതാഗത തടസ്സമുണ്ടായിരിക്കുന്നു. അങ്ങനെ തലസ്ഥാനത്തിന്റെ നഗര മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലയിൽ കുറച്ചുകൂടി മഴ ശക്തമാണ്. ഇപ്പോഴും ഈ അരുവിക്കര ഭാഗത്ത് ശക്തമായ മഴച്ചാറ്റലുണ്ട്. നേരത്തെയൊക്കെ അതിശക്തമായ മഴയായിരുന്നു. ഇനിയും മഴ ശക്തമായി പെയ്താൽ ഒരുപക്ഷെ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരും. അങ്ങനെ തലസ്ഥാന ജില്ലയിലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മഴ കുറവാണെങ്കിലും മലയോര മേഖലകളിൽ അതിശക്തമായ മഴയുണ്ട്. നഗരത്തിലും മഴയുടെ ഭാഗമായുള്ള കെടുതികൾ പലയിടങ്ങളിലും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സജിത്ത, അതാണ് സാഹചര്യം. എന്തായാലും നോക്കുക, ദൃശ്യങ്ങളിലേക്ക് പോവുക. അരുവിക്കര ഡാമിൻ്റെ അവസ്ഥയാണിപ്പോൾ. എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ചിരിക്കുന്ന സാഹചര്യം. അവിടെ അതിശക്തമായ വെള്ളം ആണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലർട്ട് ഒന്നും പ്രഖ്യാപിക്കാത്ത മേഖല കൂടിയാണ്. എന്നിട്ട് കൂടി അതിശക്തമായ മഴയും സാഹചര്യങ്ങളും നിലനിൽക്കുകയാണ്. മഴക്കെടുതികൾ നഗരമേഖലകളിലടക്കം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സൂചന എന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ വരുന്നത്. ഇന്നത്തെ ദിവസം വടക്കൻ കേരളത്തിലാണ് റെഡ് അലേർട്ട്. ഇന്നലെ വെളുപ്പിനോടുകൂടിയാണ് അതിശക്തമായ മഴ പലപ്പോഴും മധ്യകേരളത്തിന്റെ മേഖലകളിലൊക്കെ അനുഭവപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.